you say my name. Maybe it's the way you play your game, but it's so good. I've never known anybody like you, but it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime, and I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. I think that you are the one for me, 'cause it gets so hard to breathe when you're looking at me. I've never felt so alive and free. When you're looking at me, I've never felt so happy. And I've heard of a love that comes once in a lifetime, and I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. Dandelion, into the wind you go, won't you let my darling know? Dandelion, into the wind you go, won't you let my darling know that I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. I'm in a field of dandelions, wishing on everyone that you would be mine, mine. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ജസ്നയെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം അമിതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. വായന. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും
അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടികളിൽ വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ വൃക്ഷം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയനായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി പോയിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോട് സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവേ, വിവാഹത്തിന് ഒരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്നാൻ ഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജനത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. എന്നും മധുരപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായി സംസാരവും പെരുമാറ്റവും വഴി പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവരെന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. വിവാഹചരിതമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി അനുഭവിക്കാൻ പോകുന്ന ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബ ജീവിതം എന്നും മധുരപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായി സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. വാവയ്ക്ക് മധുരം വരട്ടെ. കേട്ടില്ല വേണ്ടേ? കേട്ടില്ല കേട്ടില്ല പോലിക്കലെ വാവയ്ക്ക് മധുരം വെക്കട്ടെ. പോലിക്കലെ വാവയ്ക്കും മധുരം വെക്കട്ടെ. ഓക്കെ, നോക്കാൻ പോട്ടോ. ശരി. At the sunrise, I opened up my eyes, and at the first light, there you are, staring back at me with a heart so free, and I just wanna be where you are. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. When I found you among the flowers blue, what a wild view, there you are, under the old oak tree, or somewhere across the sea. I just wanna be where you are. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. In this moment I could stay forever, hold you in my heart just like a treasure, dreaming up our greatest new endeavor.
Don't look back, we're on our way. Today is a good, good day. Right here, on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, അണിവാരത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണേ. താരം മഞ്ഞിനെ കണ്ടാലും മുന്നിലും വച്ചേനെ, അതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം തോറുണ്ട്, ചെന്തോറും ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ അല്ലാത്തക്കാരുണ്ട്, കരയിലെ പന്തൽ കട്ടി തപ്പും മുട്ടിക്കണ്ടേ. കുട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല. മൈക്കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊത്ത സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെട്ടി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേരിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നെ കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ല. നാളെ
have to leave. Forever you are mine and I am yours. You are the one that കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ സംരംഭത്തെ, ഈ വിവാഹത്തിന് വേണ്ടി ഒരുക്കമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയാണെന്ന് കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഭാവേനെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളെ എല്ലാവരും ഈശോയുടെ തിരുപ്രദേശത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ കുടുംബജീവൻ സുന്ദരമായി മുന്നോട്ട് നീങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ദമ്പതികളുടെ പ്രാർത്ഥന. സർവശക്തിയും പിതാവുമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ അങ്ങ് ഞങ്ങളെ ശക്തരാക്കണമേ. പരസ്പരം പഴിചാരാനും കുറ്റപ്പെടുത്താനും ഞങ്ങളെ അനുവദിക്കരുത്. എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ലോകത്തിൻ്റെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയാതിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഏകമനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അണയാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റി അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് പേരുകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അനന്തമായ സ്നേഹത്തിലും അങ്ങയുടെ വിശ്വാസത്തിലും അങ്ങേക്ക് പ്രീതികരമായ ജീവിതത്തിലും വളർന്നവരും അവരെ അങ്ങ് സഹായിക്കുകയും തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധമായ സർവേശ്വരൻ. വിഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ, ദൈവമേ നിൻഗേഹമിത്രമോദനം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ വിഗ്രഹത്തിലേക ദിവസ സാമ്യമല്ലോ. ദൈവമേ നിൻഗേഹമെത്ര മോഹനം. നിൻഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ, ദൈവമേ നിൻഗേഹമെത്ര മോഹനം. എഴുതിയ സുവിശേഷം. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. Any door that we walk through
വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരാരംഭിക്കുന്ന ഈ വിവാഹ ജീവിതം ഇതിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ആദ്യമേ തന്നെ രണ്ടുപേർക്കും നേരുകയാണ്. ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു കല്യാണത്തിന് വേണ്ടി നമ്മുടെ പ്രിയ മക്കളെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ കർമ്മത്തിലേക്ക് ആരംഭിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയിലേക്കും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കയായും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികന്മാർ ദരിദ്രരാകാം, വിശന്ന് വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയിൽ നിന്നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവേ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ്വര
പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ചു നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6:25 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സൊരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളത് നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിരൂപതയിലേക്ക് പുതിയ ബന്ധം രൂപതയല്ലേ? ഞാനോടത്ത് തങ്കചാട്ടൻ ഇങ്ങനെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നറിയാൻ തലശ്ശേരി അതിരൂപതയിലേക്ക് പുതിയ ബന്ധവുമായിട്ട്, അതും ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ വളർന്ന ഒരു സഹോദരിയെ ഫ്രാൻസിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലമുകളിലേക്ക് തന്നെയാണ് ഇവിടെ നിന്ന് നാട്ടക്കൽ ഇടവക പറഞ്ഞയക്കുന്നത്. ജസ്നയുടെ ഉത്തരവാദിത്വമാണ് അവിടെ ചെന്ന് ദാരിദ്ര്യവ്രതത്തിലും അവിടെ ചെന്ന് അനുസരണ വ്രതത്തിലും അവിടെ ചെന്ന് കന്യാവ്രതത്തിലൊക്കെ ജീവിക്കുക. സബാൻ എനിക്ക് തോന്നുന്നു 3 മക്കളാണ് അല്ലേ? ഏറ്റവും അവസാനത്തെ ആളാണ് സബാൻ. ഇനി ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ സാറയെയും തോബിയാസും കല്യാണം കഴിച്ച് സാറയുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സാറയുടെ അപ്പനും അമ്മയും ആംഗ്ലമാരും കൂടി പറയുന്ന ഒരു സുന്ദരമായൊരു വാക്യമുണ്ട് 12-ാം അധ്യായത്തിൽ. നിന്നെക്കുറിച്ച് ഇനി നല്ലത് മാത്രമേ കേൾക്കാവൂ. കാരക്കാമരയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ജസ്ന അവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് വന്ന കൊച്ച് മോശമാണെന്ന് പറയിപ്പിക്കുന്നു. നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾപ്പിക്കാവൂ. എങ്കിലാണ് തങ്കച്ചേട്ടനും ഗ്രേസ് ചേച്ചിക്കും അവിടെ കൂടെ വരാനായിട്ട് പറ്റുള്ളൂ. ഇന്നും പോകണ്ട കേട്ടോ, ഞാൻ പറയാം ഇപ്പോൾ അവസാനം. അപ്പം നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾപ്പിക്കണം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ്
വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അതായത് വിവാഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ഈ വിവാഹത്തിനുള്ളത് ഇപ്പോഴും തന്നുവിടുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ഇവിടുന്ന് പറ്റിയല്ല. അതുകൊണ്ട് ഞങ്ങൾ വിവാഹത്തിനുള്ളത് ഇപ്പോഴേ തന്നുവിടുക. അതായത് നിങ്ങളുടെ പുറകിലെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, നിങ്ങളുടെ മുമ്പിൽ സഭയുടെ കൂട്ടായ്മയുണ്ട്, നിങ്ങളുടെ മുകളിൽ സ്വർഗത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. ഈ 3 കൂട്ടായ്മയുടെ മുകളിൽ ഇടയിൽ നിന്നാണ് നിങ്ങൾ സബാനെ സ്വീകരിക്കുവാൻ, ജസ്നയെ സ്വീകരിക്കുവാൻ സമ്മതമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തിൽ ഇത്രയേറെ കല്ലുകെടുകൾ വരുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഒരുപാട് കല്ലുകെടുകൾ വരുന്നുണ്ട്. അരി നന്നായിട്ട് പേറ്റാത്തത് കൊണ്ടാവാം, എന്താണേലും ഒരുപാട് കല്ലുകെടുകൾ വരുന്നുണ്ട്. അതിനൊറ്റ കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 പേരും കൂടാതെ പിന്നെ ഒരാൾ വരാൻ പറ്റുന്നത് ദൈവം. സമാനാവാം, ജസ്മയ്ക്കാകാം, ദൈവത്തിനാകാം. 4ാമത്തെ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. 4ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പിശാച്. ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ പിശാചിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ കല്ലുകെട്ടുകൾ ആരംഭിച്ചു. ഇന്ന് ഈ പിശാച് എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ട് വരുന്ന കൊമ്പും കൊള്ളും വാലും ഒക്കെ ആയിട്ടൊന്നുമല്ല, നല്ല മൊബൈലിൻ്റെ രൂപത്തിൽ, കേട്ടോ ജസ്റ്റ്, നല്ല സ്വർണത്തിൻ്റെ രൂപത്തിൽ, നല്ല മേക്കപ്പൊക്കെ ചെയ്താണ് ഇന്ന് 4ാമത്തെ വ്യക്തിയായ സാത്താൻ കുടുംബജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, 4ാമത്തെ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. ജീവിതത്തെ ദൈവത്തോട്, അൾത്താരയോട് ഒക്കെ ചേർത്ത് ജീവിക്കുകയും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഒക്കെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പലർക്കും അസൂയ തോന്നും. അപ്പോൾ അസൂയ തോന്നുന്നത് 4ാമത്തെ വ്യക്തിയാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇടം കൊടുക്കരുത്. അത്രയാണ് അച്ഛൻ പറയാനുള്ളത്. ഒന്ന്, ഇതിനെക്കുറിച്ച് നന്മ പറയണം അവിടെയുള്ളത്, കേട്ടോ. കേരക്കാമലയിൽ എത്ര ഇടവക്കാരുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. സെബാന്റെ ഭാര്യയായിട്ട് നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, പെക്കൊച്ച് എവിടുന്നാണ്? അപ്പോൾ പറയണം, ഇത് അടുക്കള കണ്ട നാട്ടക്കൽ ആശ്രമ ഇടവക ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ അന്തോനീസിന്റെ സജീവ സാന്നിധ്യം കുട്ടികൊള്ളുന്ന, വിശുദ്ധ ഫ്രാൻസിസിന്റെ ശക്തമായ മാധ്യസ്ഥം കുട്ടികൊള്ളുന്ന ദേവാലയത്തിൽ നിന്ന് ആത്മീയത സ്വീകരിച്ച് ഞാൻ കാരക്കമലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഉത്തരവാദിത്വമാണ് ഈ ഇടവകയുടെ മഹത്വം നീ ഉയർത്തണം. ഈ ഇടവകയുടെ മഹത്വം നീ ഉയർത്തുമ്പോൾ ആരുടെയാ? നീ ഓലിക്കക്കാരുടെ മഹത്വം കൂടിയാണ് ഉയർത്തുന്നത്. നീ മറന്നുപോ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത്, 3 കൂട്ടായ്മയുടെ മധ്യത്തിൽ നിന്നാണ് ഈ വിവാഹം നടക്കുന്നത്. ആയതിനാൽ 4ാമത്തെ വ്യക്തിക്ക് നീ ഒരിക്കലും നീയല്ല, നിങ്ങൾ ഇടം കൊടുക്കരുത്. 4ാമത്തെ വ്യക്തിയായ പിശാച് പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് കുടുംബജീവിതത്തെ, സന്യാസ ജീവിതത്തെ ഒക്കെ തകർക്കാനായിട്ട് വരുമ്പോൾ അതിന് ഇടം കൊടുക്കരുത് എന്ന് 2ാമത്തെ പാഠം. 3ാമത്തെ പാഠം ഇതാണ്. ഇന്ന് ക്രിസ്തീയ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജയ്സ എന്താണ് ജയ്സന്നല്ലേ പേര്? ഞാൻ ഈ അടുത്തിടെ വന്നതുകൊണ്ട് പേരുകളൊക്കെ പഠിച്ചൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല. നമുക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളൊരു ചിന്ത പൊതുവെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സബാനോടും ജസ്നോടും അച്ഛൻ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം തരുന്നതിനെ ഒക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അതിന് നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തരുത്. പറഞ്ഞു മനസ്സിലായത്? കാരണം ദൈവം തരുന്നതിനെയൊക്കെ സ്വീകരിക്കുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വരാം. നിനക്ക് വേണ്ടിയിട്ട് കാസിയും വിലാസിയും എടുത്തുയർത്താൻ നമ്മളെല്ലാം പുരോഹിതരെ, സമർപ്പിതരെയൊക്കെ കുറ്റം പറയും. പക്ഷേ അവസാനം ഇവരെയൊക്കെ നമുക്ക് ആവശ്യമാണ്. അതാണ് ഏറ്റവും വലിയ സുന്ദരം. മലബാറിൻ്റെ വാതിൽപ്പ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥാടന ദേവാലയത്തിൻ്റെ സംഘമധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെയും ശക്തമായ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമ്പൽ സമർത്ഥമാകട്ടെ. അവസാനം ഒരു കാര്യവും കൂടി അച്ഛൻ പറഞ്ഞങ്ങ് നിർത്തട്ടെ. ഇവര് ത്രാണിയായി നടക്കാൻ പ്രായമായി ഇനി നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. ഗ്രേസ് ചേച്ചി ഒരിക്കലും വിളിക്കരുത്, മോളെ ഇന്ന് തന്നെ അവിടെ കഞ്ഞി വെച്ച് കറി വെച്ചേ,
ഇന്ന് മീൻകറി മേടിച്ചോ ഇറച്ചി മേടിച്ചോ ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. മോളെ നീ സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ അപ്പൻ സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു? മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഗ്രേസിച്ച് അന്വേഷിക്കരുത്. അവർ കഞ്ഞി വെച്ചെങ്കിൽ വെക്കട്ടെ, കുട്ടിച്ചെങ്കിൽ കുട്ടിക്കട്ടെ. ഇവിടെ നിന്ന് ഒരു ഫോൺ കോള് പോലും അങ്ങോട്ട് പോകരുത്. അവിടെ നിന്ന് ജസ്റ്റിന് ഒരു കുറ്റം പോലും നാട്ടകലിലേക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. പറഞ്ഞു ഇവിടെ നിന്ന് ഒരു കാര്യം പോലും അങ്ങോട്ട് ഉപദേശിക്കുകയും ചെയ്യരുത്. അവിടെ നിന്ന് ഒരു കുറവ് പോലും ഇങ്ങോട്ട് പറയുകയും ചെയ്യരുത്. നിന്റെ ഭർത്താവിന് കുറവുകളുണ്ടോ? അത് നിന്റെ കുറവാണ്. നിന്റെ ഭാര്യയ്ക്ക് കുറവുകളുണ്ടോ? അത് നിന്റെ കുറവ്, അത് പരിഹരിക്കപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ്ലിഹ വളരെ വ്യക്തമായിട്ട് പറയുക, പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള വിളിയായത് കുടുംബജീവിതം. അതുകൊണ്ട് ഒരു കാരണവശാലും ആ മലമുകളിൽ നിന്ന് ഈ താഴ്വരയിലേക്ക് ഒരു കാരണവശാലും ഫോൺ കോളുകൾ നെഗറ്റീവ് എനർജി സൃഷ്ടിച്ചു വരരുത്. ഇവിടെ നിന്ന് ഒരു കാരണവശാലും ആ മുകളിലേക്ക് റേഞ്ച് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് എനർജി അങ്ങോട്ട് കയറ്റി വിടരുത്. എപ്പോഴും പോസിറ്റീവ് എനർജി. എപ്പോഴാണ് കുടുംബബന്ധം ഊഷ്മളമാകും. അങ്ങനെ കുടുംബബന്ധം ഊഷ്മളമാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ടി അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ ഞങ്ങൾക്ക് നൽകുകയാണ്. രണ്ട് ഭാഗത്തുനിന്നുള്ള സാക്ഷികൾ ഇവിടെ മുമ്പോട്ട് കയറുക. രണ്ട് ഭാഗത്തും സെബാസ്റ്റ്യൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മേരിയെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. സെബാസ്റ്റ്യൻ, മേരി, മിശിഹ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത് ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാർ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും
ആത്മീയമായ ഒരുക്കത്തോടുകൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എന്നേക്കും. വിവാഹ വാഗ്ദാനത്തിൻ്റെ കർമ്മങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ മക്കൾക്ക് രണ്ടുപേർക്കും വ്യക്തി സ്നേഹത്തോടെ ഞാൻ വിവാഹത്തിൻ്റെ എല്ലാ അമളുകളും നേരുകയും അതോടൊപ്പം തന്നെ നമ്മൾ അച്ഛൻ പറഞ്ഞത് മറന്നു പോകാതെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. അപ്പൊ നമ്മുടെ മാംശേഷിയുടെ സെവാൻ ചേട്ടയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്ന്. അപ്പം അതിന്റെ ബാക്കി പരിപാടികളാണ്, സ്റ്റേജിലെ പരിപാടികളാണ് ഇവിടെ. അപ്പം ആദ്യം തന്നെ നമ്മുടെ പെണ്ണിനെ ചെക്കനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. So beautiful with you. Your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. life takes me, 'cause all I want is you there too.